പരാജയപ്പെട്ടവരെ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ആമേൻ. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ പരാജയപ്പെട്ട അനേക പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കണം, പത്രോസ് പരാജയപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്തൊരവസ്ഥ. ആമേൻ. എന്നെ കേൾക്കുന്ന മക്കളെ, നിങ്ങൾ പരാജയപ്പെട്ട ദൈവത്തെ അല്ല സേവിക്കുന്നത്. പരാജയം താൽക്കാലികമാണ്. നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. കാരണം നമ്മുടെ കർത്താവ് കാൽവരിയിൽ ജയാളിയായ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. അവൻ വെറുതെ അല്ല 3 ആണികളിൽ തൂങ്ങി മരിക്കപ്പെട്ടത്. അവൻ വെറുതെ അല്ല അവൻ്റെ ശരീരം ഉഴുവുചാല് പോലെ ആക്കിയത്. പരാജയപ്പെടാൻ വേണ്ടിയല്ല, അവൻ ജയാളിയാകുവാൻ വേണ്ടി അത്രേ. നിങ്ങൾ പരാജയപ്പെട്ടെന്ന് ശത്രു പറയുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ പരാജയത്തിൻ്റെ ദൈവത്തെ അല്ല സേവിക്കുന്നത്, നിങ്ങൾ ജയാളിയായ ദൈവത്തെയാണ് സേവിക്കുന്നത്. നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ, നിങ്ങളെ തകർത്തു കളയുവാൻ, നിങ്ങളെ ഉടച്ചു കളയുവാൻ, നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു എത്ര പദ്ധതിയിട്ടാലും, എത്ര കുരുക്കുകൾ കുരുക്കി വെച്ചിരുന്നാലും, ആ കുരുക്കിനെ ഭേദിച്ച്, ആ പദ്ധതിയെ പൊട്ടിച്ച് നിന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു കർത്താവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. സഭയൊന്ന് ഏറ്റു പറഞ്ഞേ, സഭയൊന്ന് വിശ്വസിച്ച്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പക്ഷത്ത്, ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഓ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. അതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ഈ പരാജയത്തെ ജയമാക്കി മാറ്റുന്ന ദൈവം, ഈ ആമേൻ ഹല്ലേലൂയ, ഈ വെല്ലുവിളിയെ പരാജയമാക്കുന്ന ദൈവം. പറഞ്ഞേ എല്ലാവരും സഭ ഒരുമിച്ച് പറഞ്ഞേ, ദൈവമക്കൾ ഒരുമിച്ച് പറഞ്ഞേ. ആമേൻ. നമ്മൾ പരാജയത്തിൻ്റെ ദൈവത്തെ അല്ല, അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് പറഞ്ഞേ, നമ്മൾ പരാജയത്തിൻ്റെ ദൈവത്തെ അല്ല സേവിച്ച് നിൽക്കുന്നത്. നമ്മൾ സേവിച്ച് നിൽക്കുന്നത് ജയാളിയായ ദൈവം. കാൽവരിയിൽ ആമേൻ ഹല്ലേലൂയ 3 ആണികളിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കർത്താവിനെ ആമേൻ ശത്രു കണ്ടിട്ടുള്ളൂ. എന്നാൽ 3-ാം ദിവസം ആമേൻ കല്ലറയെ ഭേദിച്ചു വന്ന് ശത്രുവിനെ തലയെ തകർത്ത ഒരു ദൈവം ഇന്നും ജീവിക്കുന്നെന്ന് എത്ര മക്കൾ വിശ്വസിക്കുന്നു? അവർ കരങ്ങളെ തട്ടി വായികളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വിശ്വസിക്കണം, നമ്മൾ പരാജയത്തിൻ്റെ ദൈവത്തെ അല്ല, നമ്മൾ ജയാളിയായ ദൈവത്തെ സേവിക്കുന്നത്. ജയാളിയായ ദൈവം നമ്മളെ കൂടെയുണ്ട്. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ വിളിച്ചു പറയണം, നിങ്ങൾ വായികളെ തുറന്ന് പറയണം, ഞാൻ പരാജയത്തിൻ്റെ ദൈവത്തെ അല്ല സേവിക്കുന്നത്.